PK ലേണിംഗ്സിൻ്റെ PYQ സീരീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 2020 കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2020 കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ടോട്ടൽ 14 ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലെ 7 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എപ്പിസോഡ് 1 സ്വാഗതം. കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ലാൻഡ് ഫോംസിൽ ചോദിച്ചിട്ടുള്ള 2020 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് 2020 പോലീസ് കോൺസ്റ്റബിൾ NCA അതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ദ്വീപ്. ഓപ്ഷൻ എ പാതിരാമണൽ, ഓപ്ഷൻ ബി ലക്ഷദ്വീപ്, ഓപ്ഷൻ സി വെല്ലിംഗ്ടൺ ഐലൻഡ്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇതിൽ നമുക്ക് പാതിരാമണൽ കേരളത്തിലുള്ള ഒരു ദ്വീപാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ദ്വീപാണെന്നും അറിയാം. ലക്ഷദ്വീപ് എന്തായാലും നമ്മുടെ കേരളത്തിലുള്ളത് നമ്മുടെ യൂണിയൻ ടെറിട്ടറി ആണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ ആ ഓപ്ഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ഇവയൊന്നുമല്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ്. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നോക്കാം. എന്താണ് വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്നത്? കൊച്ചി തുറമുഖം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആഴം കൂട്ടാനായിട്ട് മണ്ണെടുക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എടുത്തിട്ടുള്ള മണ്ണ് കൊണ്ട് കൂട്ടിയിട്ട് രൂപപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് ഈ മനുഷ്യനിർമ്മിത മാൻമെയ്ഡ് ആയിട്ടുള്ള ദ്വീപായിട്ടുള്ള വെല്ലിംഗ്ടൺ ദ്വീപ് എന്ന് പറയുന്നത്. വെല്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചി തുറമുഖം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കായൽ മണ്ണിടിച്ച് നികത്തി നിർമ്മിച്ച ദ്വീപാണിത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപുകളിൽ ഒന്നാണിത്. 1936 അന്നത്തെ കൊച്ചി തുറമുഖം എഞ്ചിനീയർ ആയിരുന്ന റോബർട്ട് ബ്രിസ്റ്റോയുടെ മേൽനോട്ടത്തിലാണ് ഈ ദ്വീപ് പൂർത്തിയായത്. അപ്പോൾ റോബർട്ട് ബ്രിസ്റ്റോയുടെ നേതൃത്വത്തിലാണ് ഈ ദ്വീപ് പൂർത്തിയായതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. 1936. ഇനി ആ ടൈമിൽ ഉണ്ടായിരുന്ന അന്ന് ഇന്ത്യയുടെ വൈസ്രോയി ആയിരുന്ന വെല്ലിംഗ്ടൺ പ്രഭുവിൻ്റെ പേരിലാണ് ഈ ദ്വീപ് നാമകരണം ചെയ്തത്. അതുകൊണ്ടാണ് ഇത് വെല്ലിംഗ്ടൺ ദ്വീപ്, വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് അറിയപ്പെടുന്നത്. നോക്കിക്കേ, പിക്ചറിൽ വെല്ലിംഗ്ടൺ ഐലൻഡ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ വെല്ലിംഗ്ടൺ ഐലൻഡ് അപ്പോൾ ഇന്ത്യയിൽ തന്നെ മനുഷ്യനിർമ്മിതമായ ദ്വീപുകളിൽ ഏറ്റവും വലുതിൽ ഒന്നാണ് ഏതെന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ പാതിരാമണൽ ഏതാ? പാതിരാമണൽ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ വേമ്പനാട് കായലിലുള്ള ആലപ്പുഴ ജില്ലയിലെ സ്ഥിതി ചെയ്യുന്ന പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഐലൻഡാണ് ഏതെന്ന് പറയുന്നത് പാതിരാമണൽ ദ്വീപ് എന്ന് പറയുന്നത്. ഇനി ലക്ഷദ്വീപ് നമുക്കറിയാം അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ കേന്ദ്രഭരണ പ്രദേശം, ഇന്ത്യയുടെ യൂണിയൻ ടെറിട്ടറിയാണ് ഇതെന്ന് പറയുന്നത് ലക്ഷദ്വീപ് എന്ന് പറയുന്ന പവിഴപ്പുറ്റുകളാൽ രൂപപ്പെട്ട പ്രകൃതിദത്തമായ ദ്വീപാണ്. അപ്പോൾ പാതിരാമണൽ ആണെങ്കിലും നമ്മുടെ ലക്ഷദ്വീപ് ആണെങ്കിലും എന്താണ് പ്രകൃതിദത്തമായിട്ടുള്ള ദ്വീപാണ്. അപ്പോൾ ആ ഓപ്ഷനിൽ നമുക്ക് ഏതാണ് ആൻസർ ചെയ്യാൻ പറ്റുന്നത്? ആൻസർ സി വെല്ലിംഗ്ടൺ ഐലൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിവേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അതായത് 2020 റിവേഴ്സ് എല്ലാത്തിലും വളരെ കുറച്ച് ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. ടോട്ടൽ തന്നെ 14 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ റിവേഴ്സുമായി ബന്ധപ്പെട്ട് 2020 ചോദിച്ച ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 2, ഏതു നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്? ഏത് റിവറിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നതാണ്? ഓപ്ഷൻ എ ഭവാനി, ഓപ്ഷൻ ബി പാമ്പാർ, ഓപ്ഷൻ സി കബനി, ഓപ്ഷൻ ഡി കുന്തിപ്പുഴ. അപ്പോൾ കുറുവ ദ്വീപ് എന്നൊക്കെ അറിയാൻ നമുക്ക് വളരെ ടൂറിസ്റ്റ് മേഖലയാണെന്നുള്ളത് നമുക്കറിയാം. ഏത് ജില്ലയിലാണെന്ന് അറിയാമെങ്കിൽ ആ ജില്ലയിലൂടെ ഒഴുകുന്ന ഏത് നദി എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ നമുക്ക് ഒരുവിധം കിട്ടും അല്ലേ. അപ്പം നമുക്ക് ഇതിൽ ഓപ്ഷൻസ് എയും ബിയും സിയും എന്ന് പറയുന്നത് നമുക്കറിയാം. നമുക്ക് കേരളത്തിൽ 44 നദികളാണുള്ളത്. ഇതിൽ 3 എന്ന് പറയുന്നത് ഈസ്റ്റ് ഫ്ലോയിങ്ങും ബാക്കിയുള്ള 41 വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവേഴ്സാണ്. ആ ഈസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള 3 തന്നെയാണ് ഈ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ എ ഭവാനി, ഓപ്ഷൻ ബി പാമ്പാർ, ഓപ്ഷൻ സി കബനി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഭവാനി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മളറിയാം പാലക്കാട് ജില്ലയിലൂടെയാണ്. അപ്പോൾ അതെന്തായാലും വയനാട് വരുന്നില്ല എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടും. രണ്ടാമത്തത് പാമ്പാറാണ്. പാമ്പാർ എന്ന് പറയുന്നത് നമുക്കറിയാം ഇടുക്കി ജില്ലയിലാണ്. അപ്പോൾ അതും എന്തായാലും വയനാട് വരുന്നില്ല. ഓപ്ഷൻ സി കബനിയാണ് ആൻസർ. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്, വയനാട് ജില്ലയിലാണ്. ഇനി കുന്തിപ്പുഴ നമുക്കറിയാം പാലക്കാട് ജില്ലയിലാണെന്ന് അറിയാം, അല്ലെങ്കിൽ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ പഠിക്കുന്നതാണ് കുന്തിപ്പുഴ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്, കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. വയനാട് ജില്ലയിലെ മാനന്തവാടിക്കടുത്ത് സ്ഥിതി ചെയ്യുന്നു. വയനാട് ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ കുറുവ ദ്വീപ് എന്ന് പറയുന്നത്. കബനി നദിയിലാണ് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 950 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ദ്വീപുകളുടെ ഒരു കൂട്ടമാണിത്. അപ്പോൾ ഒരുപാട് ദ്വീപുകളുടെ ഒരു കൂട്ടമാണ് ഏകദേശം 950 ഏക്കറിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നത്.
അപ്പോൾ ഒരുപാട് നമുക്ക് മെഡിസിനൽ പ്ലാന്റ്സും അനിമൽസും ഒക്കെ ഇവിടെ കാണാൻ പറ്റും ഈ കുറുവ ദ്വീപിലെന്ന്. അപ്പോൾ 950ഓളം ഏക്കർ വരുന്നതാണ് കുറുവ ദ്വീപ് എന്ന് പറയുന്നത്. വയനാട് ജില്ലയിലാണ്. ഇതാ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലൂടെ കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാർ എന്നിവ. ഈ 3 നദികളും കാവേരി നദിയിലാണ് സംഗമിക്കുന്നത്. അപ്പോൾ ഇത് ഈ 3 റിവേഴ്സ് ആണെങ്കിലും നമ്മുടെ കാവേരി റിവറിൻ്റെ ട്രിബ്യൂട്ടറി പോഷക നദികളായിട്ട് പോകുന്നതാണ്. ഇതിൽ കബനി എന്ന് പറയുന്നത് കേരളത്തിലൂടെ ഒഴുകി കർണാടകത്തിൽ ചെന്നിട്ടാണ് ആരോട് ചേരുന്നത്? കാവേരിയോട് ചേരുന്നത്. കർണാടകത്തിലൂടെ ഒഴുകുന്ന നദിയാണ് അത് പോകുന്നത്. ഇനി കബനി എന്ന് പറയുന്നത്. ബാക്കി 2 എണ്ണം ആണെങ്കിൽ ഭവാനിയും പാമ്പാറും ആണെങ്കിൽ നമ്മുടെ തമിഴ്നാട്ടിലാണ് ചെല്ലുന്നത്. തമിഴ്നാട്ടിൽ ചെന്നിട്ട് കാവേരിയുമായിട്ട് ചേരുവാണ് ചെയ്യുന്നത്. അപ്പോൾ കബനി കാവേരിയുടെ പ്രധാന പോഷക നദിയാണ്. ഭവാനി പ്രധാനമായും പാലക്കാട് ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്. പാമ്പാർ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലൂടെ ഒഴുകുന്നു. നമുക്കറിയാം പ്രധാനപ്പെട്ട ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി, ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് ഏതാണ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അത് ഏത് തന്നെയാണ്? പാമ്പാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് ഏതാ? പാമ്പാർ നദിയാണ്. ഇനി കുന്തിപ്പുഴ എന്ന് പറയുന്നത് ഭാരതപ്പുഴയുടെ ഒരു പോഷക നദിയാണ്. സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മുന്നേയും എക്സാമിന് ചോദിച്ചിട്ടുണ്ടാണ്, സൈലന്റ് വാലി നാഷണൽ പാർക്കിലൂടെ ഒഴുകുന്നതും സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നിന്ന് ഉത്ഭവിക്കുന്നതും. അപ്പോൾ ഒഴുകുന്നത് കുന്തിപ്പുഴയും ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയാണ്. അത് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഓപ്ഷൻസിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കോസ്റ്റൽ പ്ലെയിൻസുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൻ്റെ കോസ്റ്റൽ പ്ലെയിൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കാണപ്പെടാത്ത ഭൂരൂപം. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ, കേരളത്തിൻ്റെ കോസ്റ്റൽ പ്ലെയിനുകളിൽ കാണപ്പെടാത്ത ഒരു ലാൻഡ് ഫോം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് കായലാണ്. നമുക്കറിയാം ഇഷ്ടം പോലെ കായലുള്ള നാടാണ് നമ്മുടെ കേരളം. അപ്പോൾ അതുകൊണ്ട് അതല്ല ആൻസർ. പിന്നെ അഴിമുഖങ്ങൾ, അത് നമുക്കറിയാം. നമുക്ക് ഇഷ്ടമാതിരി അഴിമുഖങ്ങൾ നമുക്കുണ്ട്. ഓപ്ഷൻ സി ഡെൽറ്റ, ഓപ്ഷൻ ഡി കടൽ നമുക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു, ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ നദികൾ ഡെൽറ്റ ഉൽപ്പാദിപ്പിക്കാത്തത് എന്നാണ്, ഡെൽറ്റ ഫോം ചെയ്യാത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ റിവേഴ്സൊക്കെ വളരെ ചെറിയ നീളം, അതായത് നമ്മുടെ ഇപ്പോൾ ഹിമാലയൻ റിവേഴ്സ് പോലെ അത്രയും നീളമുള്ള റിവേഴ്സുമല്ല, അതിൽ നിന്ന് കുറേ കൂടി ഫാസ്റ്റായിട്ട് പെട്ടെന്ന് കടലിലേക്ക് ചേരുന്ന നദികളാണ് നമുക്ക് കേരളത്തിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെൽറ്റ എന്ന് പറയുന്ന ഭൂരൂപം നമ്മുടെ കോസ്റ്റൽ പ്ലെയിൻസിൽ ഇല്ല. ഡെൽറ്റ നദികൾ കടലിൽ ചേരുന്നതിന് തൊട്ട് മുൻപ് മണ്ണും എക്കലും അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ത്രികോണ ആകൃതിയിൽ, ആ ഡെൽറ്റ ഷേപ്പിൽ ത്രികോണ ആകൃതിയിലുള്ള ഭൂപ്രദേശമാണ് ഡെൽറ്റ എന്ന് പറയുന്നത്. നദികൾ വലിയ അളവിൽ ചെളിയും മണ്ണും കടലിൽ നിക്ഷേപിക്കുമ്പോഴാണ് ഡെൽറ്റ രൂപീകരിക്കപ്പെടുന്നതും. കേരളത്തിലെ നദികൾ ചെറുതും വേഗതയേറിയതുമായതിനാൽ അവ കടലിലെത്തുന്നതിന് മുമ്പ് മണ്ണ് അടിഞ്ഞുകൂടാനായിട്ടുള്ള ഒരു സമയം അവയ്ക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ ഡെൽറ്റകൾ കാണപ്പെടുന്നില്ല. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തെ നദികൾ, ഉദാഹരണത്തിന് ഗംഗ, ഗോദാവരി സാധാരണയായി ഡെൽറ്റകൾ കാണപ്പെടുന്നത്. അപ്പോൾ ഗംഗ നമുക്കറിയാം, സുന്ദർബൻ ഡെൽറ്റ എന്ന് പറയുന്നത് അറിയാലേ. അപ്പം ഗംഗ, ബ്രഹ്മപുത്ര നദികളൊക്കെ എന്ത് ചെയ്യുന്നത്, അതായത് ഈസ്റ്റ് ഫ്ലോയിങ്, ഇന്ത്യയെ സംബന്ധിച്ച് ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആണ് കൂടുതലും എന്തുണ്ടാക്കുന്നത്, ഡെൽറ്റാസ് രൂപീകരിക്കുന്നത്. അത് വലിയ നദികളുമാണ് സാവകാശം ഒഴുകുന്നത്. അതായത് ഇപ്പോൾ കേരളത്തിലെ നദികൾ എന്ന് പറയുന്നത് നീളം കുറവാണ്, അതിന് നല്ല വേഗതയുണ്ട്. അപ്പോൾ അതിന് കടലിലേക്ക് എത്തും മുന്നേ എന്ത് ഉണ്ടാക്കാൻ പറ്റുന്നില്ല, ഡെൽറ്റാസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഇനി കായലുകൾ, അതായത് ലഗൂൺസ് ആൻഡ് ബാക്ക് വാട്ടേഴ്സ് എന്താണെന്ന് നോക്കാം. കടലിൽ നിന്ന് മണൽത്തിട്ടകളാലോ കരഭാഗത്താലോ വേർതിരിക്കപ്പെട്ട എന്നാൽ കടലുമായി നേരിയ ബന്ധമുള്ള വലിയ ജലാശയങ്ങളെയാണ് കായലുകൾ എന്ന് വിളിക്കുന്നത്. കേരളത്തിലെ കായലുകൾ പൊതുവെ ബാക്ക് വാട്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ബാക്ക് വാട്ടേഴ്സ് എന്നാണ് കേരളത്തിൻ്റെ കായലുകൾ വിളിക്കുന്നത്. വേമ്പനാട് കായലും അഷ്ടമുടി കായലും. വേമ്പനാട് കായലും നമ്മൾ പാതിരാമണൽ ദ്വീപിൻ്റെയൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ വേമ്പനാട് കായലും അഷ്ടമുടി കായലും ഒക്കെ നമുക്കുണ്ട്. അത് നമ്മുടെ ലഗൂൺസ് അല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സിൻ്റെ ഉദാഹരണത്തിൽ നമുക്ക് പറയാൻ പറ്റും. അടുത്തതെന്ന് പറയുന്നത് അഴിമുഖങ്ങൾ. എന്താണ് എസ്റ്റുറീസ് എന്ന് നോക്കാം. നദികൾ ഒഴുകി ചെന്ന് കടലിൽ ചേരുന്ന ഭാഗത്തെയാണ് അഴിമുഖം എന്ന് പറയുന്നത്. നദികൾ ഒഴുകി ചെന്നിട്ട് കടലിലേക്ക് ചേരുന്ന ഭാഗം, ആ പോയിന്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഴിമുഖം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് സാൾട്ടി ആയിട്ടുള്ള വാട്ടറും ഉണ്ട്. അതായത് സാൾട്ടി വാട്ടർ ആയിട്ടുള്ള സീ വാട്ടറും അധികം സാൾട്ട് ഇല്ലാത്ത നമ്മുടെ നദികളും കൂടി ചേരുന്ന ആ ഒരു പോയിന്റാണ്. ആ ഏരിയ എന്ന് പറയുമ്പോൾ ഉപ്പുവെള്ളവും നമ്മുടെ നോർമൽ, അതായത് നോർമൽ സലിനിറ്റി കുറഞ്ഞ വെള്ളവും കൂടി ചേരുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ നദിയിലെ ശുദ്ധജലവും കടലിലെ ഉപ്പുവെള്ളവും തമ്മിൽ കലരുന്നുണ്ട്. കേരളത്തിലെ നദികൾ ചെറുതായതിനാൽ ഡെൽറ്റയ്ക്ക് പകരം എന്താണ് രൂപീകരിക്കുന്നത്? നേരത്തെ പറഞ്ഞു, നദികൾ ചെറുതാണ്, നീളം കുറവാണ്, അതുപോലെ തന്നെ സ്പീഡായിട്ട് ഒഴുകുന്നതുമാണ്. ഒഴുകി പോകുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ നദികൾ ഡെൽറ്റ ഉണ്ടാക്കുന്നില്ല. പകരം അവ നിർമ്മിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, അഴിമുഖങ്ങൾ, എസ്റ്റുറീസ് എന്ന് പറയുന്നത്. നമുക്ക് ബേപ്പൂർ അഴിമുഖമുണ്ട്, പൊന്നാനി അഴിമുഖം, അങ്ങനെ പല അഴിമുഖങ്ങളും നമുക്ക് കേരളത്തിലുണ്ട്.
അടുത്തതാണ് ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട്. അതായത് ക്ലൈമറ്റ്, ഈ ഓരോ ടോപ്പിക്കിലും അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ടോട്ടൽ 14 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ ക്ലൈമറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇൻ കേരള ആർ കറക്റ്റ് എന്ന് പറയും. അത് കറക്റ്റ് ആയിട്ടുള്ളത് ഏത്? സൗത്ത് വെസ്റ്റ് മൺസൂണുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് എന്നാണ്. ഇത് നമ്മുടെ 2020 KS കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ദ റെയിൻഫാൾ ഡിക്രീസസ് ഫ്രം സൗത്ത് ടു നോർത്ത്. ദ മാക്സിമം റെയിൻഫാൾ ഈസ് റിസീവ്ഡ് ഡ്യൂറിങ് ദ മന്ത് ഓഫ് ജൂലൈ. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലേ, അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂണിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിലാണ്. അതിൽ തന്നെ ഏറ്റവും ഇൻറ്റൻസിറ്റി മഴ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് ജൂലൈ മാസത്തിലുമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശരിയാണ്. 80% ഓഫ് ദ സ്റ്റേറ്റ് ആവറേജ് ആനുവൽ റെയിൻഫാൾ ഈസ് റിസീവ്ഡ് ഫ്രം ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഏകദേശം ഒരു 70-80% നമുക്ക് കേരളത്തിന് മഴ ലഭിക്കുന്നത് ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നാണ്. അത് നമുക്ക് നോർത്ത് ഈസ്റ്റ് മൺസൂണിൽ നിന്നല്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇതിൽ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് C 2 and 3 ആണ് ശരിയായിട്ടുള്ളത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് സൗത്ത് ടു നോർത്ത് അല്ല അത് ഡിഗ്രീസ് ചെയ്യുന്നത്, നോർത്ത് ടു സൗത്ത് ആണത് ഡിഗ്രീസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തെറ്റിയിരിക്കുന്നത്. ആൻസർ C ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പ്ലനേഷനിലേക്ക് ഒന്ന് പോകാം. സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഇടവപ്പാതി എന്ന് നമ്മൾ പറയട്ടെ. മലയാളം മാസത്തിലുള്ള ഇടവപ്പാതി, അതുപോലെ കാലവർഷവും എന്നും ഏതിനെ പറയാറുണ്ട്? നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിനെ പറയാറുണ്ട്. ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെയാണ് ഇതിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്, ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഹെവി കണ്ടിന്യൂസ് റെയിൻ ആൻഡ് ഇറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ സ്റ്റേറ്റ് അഗ്രികൾച്ചർ ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ. നമുക്ക് ഇഷ്ടം മാതിരി ഹൈഡ്രോ ഇലക്ട്രിക് പവർ നമ്മൾ ഡാം കെട്ടിയിട്ട് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മഴ വളരെ അത്യാവശ്യമാണ്. അതുപോലെ അഗ്രികൾച്ചറിനും ഈ ഒരു മഴ അത്യാവശ്യമായിട്ടുണ്ട്. ഇൻ കേരള റെയിൻഫാൾ ഡ്യൂറിംഗ് ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ ജനറലി ഡിഗ്രീസ് ഫ്രം നോർത്ത് ടു സൗത്ത്. അത് ശരിക്കും എന്തല്ല, സൗത്തിൽ നിന്ന് നോർത്തിലോട്ടല്ല. അതുകൊണ്ടാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായി പോയത്. ഓക്കെ, അപ്പോൾ അതിൽ ആൻസർ C ആണ്. ഇനി ജൂലൈ ആണ് നമ്മുടെ പീക്ക് മന്ത്. സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ പീക്ക് മന്ത് എന്ന് പറയുന്നത് ജൂലൈ മാസമാണ്. മോസ്റ്റ് പ്ലേസസ് ഇൻ കേരള റെക്കോർഡ് ദിയർ ഹയസ്റ്റ് മന്ത്ലി റെയിൻഫാൾ ഡ്യൂറിംഗ് ദ ജൂലൈയിലാണ് ഏറ്റവും കൂടുതലും എല്ലാ നമ്മുടെ കേരളത്തിൽ മിക്ക പ്രദേശങ്ങളിലും ജൂലൈയിലാണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം എന്ന് പറയുന്നത്. അബൌട്ട് 75 to 80% ഓഫ് ദ കേരളാസ് ആനുവൽ റെയിൻഫാൾ ഈസ് കോൺട്രിബ്യൂട്ടഡ് ബൈ ദ സൗത്ത് വെസ്റ്റ് മൺസൂൺ. ദ റിമൈനിങ് റെയിൻഫാൾ കംസ് ഫ്രം ദ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നും 75-80% കിട്ടുന്നു. ബാക്കി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് തുലാവർഷത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്, സമ്മർ ഷവേഴ്സ് എന്നാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട റെയിനി സീസണിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിലും അത് ഏറ്റവും കൂടുതൽ കിട്ടുന്ന മന്ത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂലൈയുമാണ്. അടുത്ത നമ്മൾ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്, ക്വസ്റ്റ്യൻ നമ്പർ 5. അതിൽ നമുക്ക് അഗ്രികൾച്ചറിൽ തന്നെ നമുക്ക് അഗ്രികൾച്ചർ എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്കൊരു പ്രോജക്റ്റ്, അതായത് ഇറിഗേഷൻ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട അതും കേസിന് ചോദിച്ചിട്ടുള്ളതാണ്. മൂവാറ്റുപുഴ വാല്യൂ ഇറിഗേഷൻ പ്രോജക്റ്റ് സ്പെഷ്യാലിറ്റി എന്താണെന്നുള്ളത് അവർ കൊടുത്തിട്ടുണ്ട്. യൂട്ടിലൈസേഷൻ ഓഫ് ദ ടെയിൽ റേസ് ഡിസ്ചാർജ് ഫ്രം ദ മൂലമറ്റം പവർ ഹൗസ് ഓഫ് ഇടുക്കി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്. അത് ശരിക്കും ശരിയാണ്. എന്താണ് ഈ ട്രെയിൽ റേസ് ഡിസ്ചാർജ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ ഇടമലയാർ ഇറിഗേഷൻ പ്രോജക്റ്റ് ഇൻ കബനി സൗത്ത് ബേസിൻ കാവേരി റിവർ. കബനി റിവർ എന്ന് പറയുന്നത് വയനാട് ജില്ലയാണെന്ന് നമുക്കറിയാം, പക്ഷേ ഇടമലയാർ എന്ന് പറയുന്നത് വയനാടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇതിൽ ഇവർ കൊടുത്തിരിക്കുന്നത് കറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ളത്, ശരിയായിട്ടുള്ളത് ഏത് കണ്ടുപിടിക്കാനാണ്. ഇനി കാരാപ്പുഴ ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് സ്കീം ഓഫ് ഡൈവേർട്ടിംഗ് വാട്ടർ ഓഫ് പെരിയാർ റിവർ ഫോർ ഇറിഗേറ്റിംഗ് കൾട്ടിബിൾ ലാൻഡ്സ് ഇൻ ചാലക്കുടി ബേസിൻ. അപ്പോൾ കാരാപ്പുഴ എന്ന് പറയുന്നതും ആ ഏരിയയിൽ വരുന്നതില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പെഷ്യാലിറ്റി അതിൽ വരുന്നതല്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് A ആണ്, 1 ഒള്ളിയാണ്. അതായത് മൂവാറ്റുപുഴ വാല്യൂ ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി അവർ കൊടുത്തിരിക്കുന്നത് ശരിയാണ്. ആൻസർ എന്ന് പറയുന്നത് A ആണ്. മൂവാറ്റുപുഴ വാല്യൂ ഇറിഗേഷൻ പ്രോജക്റ്റ് MVIP. ദ MVIP ഈസ് യൂണിക് ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് റിലേ ഓൺ എ പ്രൈമറി ഡാം ഫോർ ഇറ്റ് വാട്ടർ റിസോഴ്സ്. അതൊരു പ്രൈമറി ഡാമിനെ അല്ല അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഇൻസ്റ്റഡ് ഇറ്റ് യൂസസ് ട്രെയിൽ റേസ് വാട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇലക്ട്രിസിറ്റിയുടെ ജനറേഷൻ ഉപയോഗിച്ചതിന് ശേഷം പുറത്തേക്ക് വരുന്ന ജലം, അതായത് ഓൾറെഡി അവിടെ എന്താണ് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചു, പിന്നെ അതിന് ശേഷം പുറത്തേക്ക് വരുന്ന ജലത്തിനെയാണ് ട്രെയിൽ റേസ് വാട്ടർ എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഫ്രം ദ മൂലമറ്റം പവർ സ്റ്റേഷൻ ഡൈവേർട്ടിംഗ് ഇറ്റ് ഇൻ ടു ദ മൂവാറ്റുപുഴ റിവർ ബേസിൻ ഫോർ ഇറിഗേഷൻ. അപ്പോൾ ഈ മൂലമറ്റത്തിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തതിന് ശേഷം വരുന്ന ജലത്തിനെ എങ്ങോട്ടേക്ക് വിടുകയാണ് ചെയ്യുന്നത്? മൂവാറ്റുപുഴ റിവർ ബേസിനിലേക്ക് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്പെഷ്യാലിറ്റി കറക്റ്റാണ്. അതാണ് ആൻസർ A വന്നിരിക്കുന്നത്.
ചോദിച്ചിരിക്കുന്നത്. ഇനി ഇടമലയാർ ഇറിഗേഷൻ പ്രോജക്റ്റ് IIP, ഇടമലയാർ ഇറിഗേഷൻ പ്രോജക്റ്റ്. ദ ഇടമലയാർ പ്രോജക്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ പെരിയാർ റിവർ. പെരിയാർ റിവർ ബേസിലാണ് സ്ഥിതി ചെയ്യുന്നത്. സ്പെസിഫിക്കലി ഓൺ ദ ഇടമലയാർ റിവർ, എ ട്രിബ്യൂട്ടറി ഓഫ് ദ പെരിയാർ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് എന്തായാലും ഏത് ജില്ലയാണെന്നൊക്കെ ഏകദേശം കിട്ടും. അപ്പോൾ ഇടമലയാർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് പെരിയാർ റിവറിൻ്റെ ബേസിലാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻറ്റൻഡഡ് ടു ഇറിഗേറ്റ് ലാൻഡ്സ് ഇൻ പെരിയാർ ആൻഡ് ചാലക്കുടി ബേസിൻ. അവിടത്തേക്ക് വേണ്ടിയിട്ട് പെരിയാറിലും ചാലക്കുടി ബേസിനിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഇടമലയാർ ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇനി കാരാപ്പുഴ ഇറിഗേഷൻ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വയനാട് ജില്ലയിലുള്ളതാണ്. കാരാപ്പുഴ വയനാട് ജില്ലയിലുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ പാർട്ട് ഓഫ് കബനി റിവറിന്റെ സബ് ബേസിനിലാണ്, വിച്ച് ഇസ് എ ട്രിബ്യൂട്ടറി ഓഫ് കാവേരി. കബനി റിവർ എന്ന് പറയുന്നത് കാവേരിയുടെ ട്രിബ്യൂട്ടറി ആണെന്ന് നമ്മൾ തുടക്കത്തിലെ ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ കബനി, ഭവനി, പാമ്പാർ എന്ന് പറയുന്ന ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് ആരുടെയാണ്? കാവേരി റിവറിൻ്റെ ട്രിബ്യൂട്ടറി, പോഷക നദിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഇൻഡസ്ട്രീസിൽ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ്സ്, ഹാൻടെക്സ് എന്ന് പറയും, അത് രൂപീകരിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ്സ്. ഇത് വളരെ ശ്രദ്ധിക്കുക. ഈ അതായത് ഹാൻടെക്സും ഉണ്ട്, ഇതുപോലെ തന്നെ നമുക്ക് ഈ കൈത്തറിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഹാൻഡ് വീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ചോദിച്ചിരിക്കുന്നത് 2020 ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ എക്സാമിനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1961, ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 1961. ഇതിൽ വേറൊരെണ്ണമാണ് 1968 രൂപീകരിച്ചിട്ടുള്ള ഹാൻഡ് വീവ് എന്ന് പറയുന്നത്. കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. അതായത് അതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് തറികളുടെയും തിറകളുടെയും നാടെന്നാണ് നമ്മുടെ കണ്ണൂർ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് കണ്ണൂർ എന്ന് പറയുന്നത്. ഇനി ഈ ഹാൻടെക്സിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ്. ഏറ്റവും കൂടുതൽ ഈ കൈത്തറികളുമായി ബന്ധപ്പെട്ട കോപ്പറേറ്റീവ് സൊസൈറ്റികളൊക്കെ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ദ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, വൈഡ്ലി നോൺ ബൈ ഇറ്റ്സ് ബ്രാൻഡ് നെയിം ഹാൻടെക്സ്, വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1961. It serves as the apex body for the primarily handloom weavers cooperative society in the state of Kerala. Headquarters എന്ന് പറയുന്നത് തിരുവനന്തപുരം കേരള. Purpose to organize the handloom industry on a commercial basis and to improve the social and economic conditions of weavers. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവരുടെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഓർഗനൈസ് ദ ഹാൻഡ്ലൂം ഇൻഡസ്ട്രി ഓൺ എ കൊമേഴ്സ്യൽ ബേസ്. ഹാൻഡ്ലൂം ഇൻഡസ്ട്രീനെ ഒരു വാണിജ്യപരമായിട്ടുള്ള ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് സോഷ്യൽ എക്കണോമിക് കണ്ടീഷൻ ആരുടെ, വീവേഴ്സിൻ്റെയൊക്കെ, ഈ കൈത്തറി നെയ്ത്തുകാരുടെയൊക്കെ സോഷ്യൽ എക്കണോമിക് കണ്ടീഷൻ കുറച്ചുകൂടി മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാൻഡ്ലേഴ്സ് ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് എ റോ മെറ്റീരിയൽസ് ലൈക്ക് യാൺ ആൻഡ് പ്രൊവൈഡ് മാർക്കറ്റിംഗ് സപ്പോർട്ട് ടു ഫിനിഷ്ഡ് ഹാൻഡ്ലൂം പ്രോഡക്ട്സ് ത്രൂ ഇറ്റ്സ് എക്സ്റ്റെൻസീവ് നെറ്റ്വർക്ക് ഓഫ് ഷോറൂംസ്. അതായത് ഇഷ്ടമാതിരി ഷോറൂംസ് ഉണ്ട്. അപ്പോൾ ഇവർ ഇറക്കുന്ന ഒരു ഫിനിഷ്ഡ് ആയിട്ടുള്ള ഹാൻഡ്ലൂം പ്രോഡക്ട്സിനൊക്കെ വിൽക്കാനായിട്ടുള്ളൊരു സഹായമൊക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹാൻടെക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എനർജി സോഴ്സസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് നോക്കാനുള്ളത്. എനർജി സോഴ്സസിൽ അതായത് നമ്മുടെ അവസാനത്തെ ഇന്നത്തെ എപ്പിസോഡിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്ര അടിയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. LD ക്ലർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫോർ SR ഫോർ STയുടെ ക്വസ്റ്റ്യൻ ആണ് ഇത്, 2020 ചോദിച്ചിട്ടുള്ളത്. ഇടുക്കി ഡാമിൻ്റെ പരമാവധി ജലസംഭരണ ശേഷി എത്രയാണെന്നുള്ളതാണ്. ഓപ്ഷൻ സി 2403 അടിയാണ് വരുന്നത് കേട്ടോ. 2403 അടിയാണ് ഇടുക്കി ഡാമിൻ്റെ ജലസംഭരണ ശേഷി എന്ന് പറയുന്നത്. ഇടുക്കി റിസർവെയറിൻ്റെ പരമാവധി സംഭരണ ശേഷി എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 2403 അടിയാണുള്ളത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വില്ല് ആകൃതിയിലുള്ള ഡബിൾ കർവേച്ചർ ആർച്ച് ഡാമാണ്. ഏഷ്യയിലെ തന്നെയാണ്, കേരളത്തിലെന്നോ ഇന്ത്യയിലോ എന്നുള്ളതല്ല, ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഡബിൾ ആർച്ച് ഡാം ആണ് ഏതെന്ന് പറയുന്നത് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. പെരിയാർ നദിക്ക് കുറുകെ കുറവൻകുറത്തി എന്നീ 2 മലനിരകൾക്കിടയിലായിട്ട് മലകളെ ബന്ധിപ്പിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 1976 ഇത് ആരാണ് ഈ ഒരു പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധി. വർഷം 1976 കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ഡാമിനോട് അനുബന്ധിച്ചുള്ള, അതായത് ഇടുക്കി ഡാമിനോട് അനുബന്ധിച്ചുള്ള മൂലമറ്റം പവർ ഹൗസ് ഒരു ഭൂഗർഭ വൈദ്യുത നിലയമാണ്. ഇടുക്കി ഡാമിനോട് അനുബന്ധിച്ചുള്ള മൂലമറ്റം പവർ ഹൗസ് ഒരു ഭൂഗർഭ വൈദ്യുത നിലയമാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ, അതായത് 2020 കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, 7 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അടുത്തൊരു എപ്പിസോഡിൽ അടുത്ത 7 ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.